അമേരിക്ക ഈ യുദ്ധത്തിൽ ശരിക്കും പെട്ടു. ഇറാന്റെ കയ്യിൽ നിന്നും 8ന്റെ പണിയല്ല 16ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. എന്താണെന്നല്ലേ, അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിൽ ഇനി മുതൽ ഡോളർ പറ്റില്ല, യുവാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ചൈനീസ് കറൻസിയായ യുവാൻ മാത്രമേ പറ്റുള്ളൂ എന്ന സുപ്രധാനമായ തീരുമാനത്തിലേക്ക് ഇറാൻ പോവുകയാണ്. അതായത് ഹോർമുസ് കടൽ തീരം വഴി, അതായത് ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന എണ്ണക്കപ്പലുകൾ ഇനി മുതൽ വ്യാപാരം ചൈനീസ് കറൻസിയായ യുവാനിലൂടെ മാത്രമേ നടത്താവൂ എന്ന സുപ്രധാനമായ തീരുമാനം ഇറാൻ എടുക്കാൻ പോവുകയാണ്. ഇത്രയും നാളും അവിടെ അമേരിക്കയുടെ കുത്തകയായിരുന്നു. അമേരിക്കൻ കറൻസിയായ ഡോളറിൽ മാത്രമാണ് അവിടെ വ്യാപാരം നടന്നിരുന്നത്. ഇത് അവസാനിപ്പിക്കാനാണ് ഇറാന്റെ നീക്കം. ആഗോള ഊർജ്ജ വിപണിയിൽ നിന്നും ഡോളറിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇറാന്. പകരം ചൈനീസ് കറൻസിയായ യുവാനെ പ്രോത്സാഹിപ്പിക്കുക, ഇതിലൂടെ ചൈനീസ് കറൻസിയുടെ മുൻതൂക്കം വർദ്ധിപ്പിക്കുക. ഇതാണ് ഇറാന്റെ പ്ലാൻ. ഇറാനെ ചൈന സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടെന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. ഈ ഒരു ആരോപണം കൂട്ടിയുറപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാനും ചൈനയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സഹകരണത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു കാര്യം. ഈ ഒരു സുപ്രധാനമായ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിയും, ചൈനയുടെ യുവാന്റെ മൂല്യം കുത്തനെ ഉയരുകയും ചെയ്യും. ഇതിലൂടെ ചൈന ഒരുപക്ഷെ അമേരിക്കയെ മറികടക്കാനുള്ള സാധ്യതകളുണ്ട്.